നീ ഇവിടെ നിൽക്കേണ്ടവനാടാ, മറ്റവൻ പുറത്തു പോണം, ഞാൻ അവനെ പുറത്താക്കും, അവനെ ഞാൻ നോമിനേറ്റ് ചെയ്യും, നീയും നോമിനേറ്റ് ചെയ്യണം, അപ്പൊ 2 വോട്ടായി, നോമിനേഷനിൽ അവൻ വരും. ചിലർ ഈ ഷോയുടെ ക്വാളിറ്റി തരം താഴ്ത്തും, അത്തരത്തിലുള്ളവരാണ് അവൻ. അവനെ ഞാൻ മസാലയൊന്നും തേക്കില്ല, അവൻ തന്നെത്താനെ ഗ്രില്ലായിക്കോളും, പ്രേക്ഷകർ അവനെ ഗ്രില്ല് ചെയ്തോളും. സിബിൻ ഇപ്പോ ജയദീപിനെ കുറിച്ച് നമ്മുടെ പൂജയോടും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനോടും ഗബ്രിയോടും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ജയദീപും ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് സിബിന്റെ കുറെ കുറ്റം പറയുന്നുണ്ട്. വാക്ചാതുര്യം ഉണ്ടെന്ന് കരുതി അവൻ എന്തും പറയാമെന്നാണ്. അവൻ എന്നെ ഇടിക്കും എന്ന് പറഞ്ഞു, അവൻ എന്നെ ഇടിക്കാൻ വരട്ടെ, വരുന്നത് മാത്രമേ അവന് ഓർമ്മയുണ്ടാവുള്ളൂ. ഇത് മറ്റേ ഇന്നലത്തെ ജയിൽ നോമിനേഷൻ സമയത്തെ ആ ഒരു ഗ്രഡ്ജാണ്. ജയദീപിന്റെ ഇപ്പോഴത്തെ എതിരാളി ശ്രീകുമാർ അല്ല എന്നാണ് തോന്നുന്നത്, അത് സിബിനായി മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഫോക്കസ് ഷിഫ്റ്റിംഗ് സിബിൻ നടത്തി കഴിഞ്ഞു ഓൾറെഡി. ശ്രീകുമാറിന്റെ ഉള്ളില് ഭയങ്കര പാവമാണെന്നാണ് ജയദീപ് പറയുന്നത്. ഭയങ്കര പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഭയങ്കര സിഗ്മാമെയിലാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വിഷമിച്ചിരുന്നപ്പോ അവൻ പൂജയെ എന്റെ അടുത്തേക്ക് ആശ്വസിപ്പിക്കാൻ വിട്ടു എന്നൊക്കെയാണ് ജയദീപ് പറയുന്നത്. എന്തായാലും കൊള്ളാം. സിബിനും ജയദീപും തമ്മിൽ നല്ല രീതിയിൽ ഒരു അടി പൊട്ടാൻ സാധ്യതയുണ്ട് ഈ വരുന്ന ആഴ്ച. അതിനുള്ള എല്ലാ കോളും കാണുന്നുണ്ട്. ഇത്രയുമാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.